الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلموا أمة سيدنا مولانا محمد അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ അമേയമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ അതിവിശിഷ്ടമായ സൂറകളിലൊന്നായ സൂറത്തുൽ വാഖിഅയുമായി ബന്ധപ്പെട്ട അർത്ഥതലങ്ങളെയും ആശയങ്ങളെയുമൊക്കെ പഠിക്കുന്ന വേദിയിലാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ധാരാളം സദസ്സുകളിൽ പങ്കെടുക്കാനും നല്ല സ്ഥലത്ത് നല്ല സമയം നല്ലത് പറഞ്ഞു മരിക്കാനും അല്ലാഹു ഈ മജ്ലിസ് കാരണമാക്കി തരുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ ബഹുമാനം പറഞ്ഞ സൂറയും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യത്തെ ഉണ്ടാക്കി തരുന്ന സൂറയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും സ്വഹാബത്തിനെ ദിനേന അത് പാരായണം ചെയ്യാൻ ഉപദേശിക്കുകയും ചെയ്ത സൂറയാണ്. ഈ സൂറയുടെ ആരംഭം കുറിക്കുന്നത് ഖിയാമത്ത് നാളിൻ്റെ അന്തരീക്ഷങ്ങളെ സംബന്ധിച്ചാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരാമർശിക്കുകയുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ വഖഅത്തിൽ വാഖിഅ വാഖിഅ സംഭവിച്ചു കഴിഞ്ഞാൽ അഥവാ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ ലൈസ ലിവഖഅതിഹാ കാദിബ ആ ഖിയാമത്ത് നാളിനെ കളവാക്കുന്ന ആരും ഇവിടെ ഉണ്ടാകുകയില്ല, നിഷേധിക്കാൻ ഇവിടെ ആരും ഉണ്ടാകുകയില്ല. ഖാഫിദത്തുർ റാഫിഅ ആ ഖിയാമത്ത് നാൾ ചില ആളുകളെ ഉയർത്തുന്നതും മറ്റു ചിലരെ താഴ്ത്തുന്നതുമാണ്. ഈ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് ഒരുപാട് അടയാളങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങളെയുള്ള പരാമർശങ്ങളാണ് നാം നടത്തി വരുന്നത്. അതിൽ അതിപ്രധാന്യമായി വരുന്ന അടയാളങ്ങളെ നാം ഇവിടെ ഓർമ്മപ്പെടുത്തി. അതിൽ ചെറിയ അടയാളങ്ങളുമുണ്ട്, വലിയ അടയാളങ്ങളുമുണ്ട്. വലിയ അടയാളങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ആദ്യമായി വരുന്ന അടയാളം അതേതാണെന്നറിയുമോ? തുലൂഉ ശംസി മിനൽ മഗ്രിബി മുഹമ്മദുർ റസൂലുള്ളാഹ്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചാൽ അതൊരു മനുഷ്യന്റെ മരണത്തോട് അടുത്തുകൊണ്ട് അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് എങ്ങനെയാണോ അതുപോലെയാണ്. പിന്നെ തൗബയുടെ കവാടം അല്ലാഹു തുറക്കുന്നില്ല. അന്ന് വരെ തൗബയുടെ വാതിലുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ യുഖ്ബലു തൗബതു വൽ ഈമാൻ ഇൻദൽ ഗർഗറതി വഇൻദ തുലൂഇ ശംസി മിനൽ മഗ്രിബി. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബയുടെ വാതിലില്ല. അതുപോലെ ദാബത്തുൽ അർള് എന്ന മൃഗം പ്രത്യക്ഷപ്പെടാനുണ്ട്. ആ മൃഗത്തിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ മൃഗം വരുന്നത് അറഫ മൈതാനിയുടെ ഇടയിലുള്ള ഭാഗത്തുള്ള അതാ ഒരു മലയുടെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ആ മൃഗത്തെ സംബന്ധിച്ച് മഹത്തുക്കൾ പറയുന്നുണ്ട്, മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നു. മഹാനായ സ്വാലിഹ് അലൈഹിസ്സലാം, നബിയുല്ലാഹി സ്വാലിഹ് അലൈഹിസ്സലാം, അല്ലാഹു അവിടത്തേക്ക് മുഅ്ജിസത്തായ ഒരൊട്ടകത്തെ സമ്മാനിച്ചു. ആ ഒട്ടകത്തെ അറുത്തു കളയരുതെന്ന് അവരുടെ അനുയായികളോട് അല്ലാഹു പ്രഖ്യാപിച്ചു. പക്ഷേ ഗർഭിണിയായി മാസം തികഞ്ഞു നിന്ന ആ ഒട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു. ആ സമയത്ത് അതിൽ നിന്ന് പുറത്തു വന്ന ചെറിയ ഒരു ഒട്ടകത്തിന്റെ ചെറിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതവിടെ ഒരു പാറ കീറി വന്നു. അതിന്റെ ഉള്ളിലേക്ക് ഈ മൃഗം കയറിപ്പോയി. ആ മൃഗമാണ് വരുന്നത് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഏതായാലും രൂപമാറ്റം സംഭവിച്ചു ഒരുപാട് അത്ഭുതകരമായ വർണ്ണങ്ങളുള്ള അനുഗ്രഹീതമായ ഒരു മൃഗമാണത്. ആ മൃഗം ജനങ്ങളോട് സംസാരിക്കുന്ന മൃഗമാണെന്ന് പറഞ്ഞു. അതാണ് ദാബത്തുൽ അർളി മുഹമ്മദുർ റസൂലുള്ളാഹ്. കാഫിറായ മനുഷ്യനെ കാണുമ്പോ ആ മൃഗം വിളിച്ചു പറയുകയാണ്, ഹാദാ കാഫിറുൻ, ഇത് കാഫിറാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ കണ്ടാൽ ആ മൃഗം വിളിച്ചു പറയും, ഹാദാ മുഅ്മിൻ, ഇതൊരു മുഅ്മിനായ മനുഷ്യനാണെന്ന് വിളിച്ചു പറയുകയാണ്. അങ്ങനെ അത്ഭുതകരമായ രംഗമാണ് ഖിയാമത്ത് നാളിനോട് അടുത്തുകൊണ്ട് നടക്കാനിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് അതാ മസീഹുദ് ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുന്നത്. ദജ്ജാലിന്റെ വിവിധമായ വിഷയങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയം ദജ്ജാലിന്റെ പുറപ്പെടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ സമയം ദജ്ജാലിനെ വകവരുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന ഒരു പ്രത്യേകമായ നേതൃത്വമാണ് മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നു. യൻസിലു അലൽ മനാതിൽ ബൈദാ അശ്ശർഖിയ ബിദിമഷ്ഖ, ഡമസ്കസിലുള്ള അതാ ഡമസ്കസ് സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിലൂടെ ആ വെള്ളമിനാരത്തിന്റെ ഭാഗത്തുകൂടി ഇറങ്ങി വരുന്നു മഹാനായ ഈസാ അലൈഹിസ്സലാം. സുബഹിയുടെ സമയത്താണ് ഇറങ്ങി വരുന്നത്.
واضعا كفيه على أجنحة ملكين രണ്ട് മലക്കുകളുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് അതാ മലക്കുകളുടെ ചിറകിന്റെ മേൽ കൈവച്ചുകൊണ്ട് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ ശരീരത്തു നിന്ന് വിയർപ്പ് തുള്ളികൾ മുത്തുകൾ പോലെ താഴേക്ക് ഇരുന്ന് വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ മസ്ജിദുൽ അമവിയ്യ എന്ന പള്ളിയുടെ മുമ്പിൽ അതാ പള്ളിയുടെ ഉള്ളിലേക്ക് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കയറുന്നു. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് പള്ളിയുടെ ഉള്ളിൽ ഒരാൾ ഇരിപ്പുണ്ട്. ആരാണത്? മഹാനായ ഇമാമുനൽ മഹ്ദി ഇമാം റളിയല്ലാഹു തആല അൻഹു. അതാ അവരെ മനസ്സിലാക്കുകയാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, അല്ലയോ ഈസാ നബിയേ, തഖദ്ദം, ഒന്ന് ചെന്ന് ഇമാമത്തു നിന്ന് നിസ്കരിക്കണേ. ഇമാമത്തു നിന്ന് നിസ്കരിക്കാൻ പറയുമ്പോ ഇമാം മഹദിയോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇമാമുക്കും മിങ്കും, ഇമാമ നിങ്ങളിൽ നിന്നുള്ള ഒരാള് തന്നെയാകട്ടെ. അങ്ങനെ ഫയതഖദ്ദമൽ മഹദിയോ, മഹദി ഇമാമ തങ്ങൾ തന്നെ അവിടുന്ന് ഇമാമത്തു നിന്ന് നിസ്കരിക്കുകയാണ്. മഹദി ഇമാമിന്റെ വിശേഷണങ്ങൾ അത് പറഞ്ഞുകൊണ്ടാണ് നാം ഇവിടെ അവസാനിപ്പിച്ചത്. അങ്ങനെ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ദജ്ജാലിനെ അന്വേഷിക്കുന്നു. ദജ്ജാലിനു നേരെ പോരാട്ടം നടത്തുന്നു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും അതാ ദജ്ജാലിനു നേരെ പൊരിഞ്ഞ പോരാട്ടം നടത്തുന്നു. അവസാനം ദജ്ജാലും അനുയായികളും ഓടി ഒളിക്കാനൊരുങ്ങുന്നു. അവരോടി ഒളിക്കുന്ന ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ഒളിക്കാൻ വേണ്ടി ഓരോ മരങ്ങളുടെയും കല്ലുകളുടെയും പിന്നാലെ പോയി ഒളിച്ചിരിക്കുമ്പോ ഹബീബായ തങ്ങൾ പറയുകയാണ്, അതാ ആ കല്ലുകൾ വിളിച്ചു പറയുന്നു, മരങ്ങൾ വിളിച്ചു പറയുന്നു, അതാ യഹൂദിയുൻ ഖൽഫി, എന്റെ പിന്നിൽ ഇതാ ഒരു യഹൂദി ഒളിച്ചിരിപ്പുണ്ട്. യാ അബ്ദല്ലാഹ്, ഓ അല്ലാഹുവിന്റെ അടിമയെ, എന്നിലേക്ക് വരൂ, എന്നിട്ട് ഫഖ്തുലുഹു, എന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ ജൂതനായ മനുഷ്യനെ കൊന്നുകളയൂ എന്ന് വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് അത് വിളിച്ചു പറയാത്ത ഒരു മരമുണ്ട്. ഇല്ലല്ലോ ഓർക്കത് ചെടി ഒഴിച്ച് അത് ജൂതന്മാരുടെ മരമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇസ്രായേലി രാജ്യത്ത് മുഴുവൻ ഓർക്കത് ചെടി അതാ ജൂതന്മാര് വെച്ച് പിടിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നാൽ ആ ഇറങ്ങി വരുന്ന സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ ഓടിക്കും. ദജ്ജാൽ ജൂതന്മാരുടെ നേതാവായി നിലകൊള്ളും. ദജ്ജാലിന്റെ വിവിധമായ ചേഷ്ടകളെ സംബന്ധിച്ച്, ദജ്ജാൽ ചെയ്യുന്ന അക്രമങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ആ ദജ്ജാലിനെ വകവരുത്താൻ വേണ്ടി അല്ലാഹു അയക്കുന്ന വലിയ നേതൃത്വമാണ് ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് അതാ ഓടിക്കുകയാണ്. ഓടിച്ച് ആ ആളുകൾ ഈ വർക്കത് ചെടിയുടെ പിന്നിൽ ഒളിച്ചാൽ ആ ചെടി മാത്രം വിളിച്ചു പറയില്ല, ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും ജൂതന്മാർക്ക് എതിരെ സംസാരിക്കുകയാണ്. കല്ലുകൾ ഈസാ നബിയെയും അനുയായികളെയും വിളിക്കുകയാണ്. അങ്ങനെ ജൂതപ്പടയിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും അവിടുത്തെ അനുയായികളും ചേർന്നുകൊണ്ട് മോചിപ്പിച്ച് ഇസ്ലാമിന്റെ വെന്നിപ്പതാക പാറിപ്പറപ്പിക്കുകയാണ്.
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും ദജ്ജാലിനെ ഓടിക്കുന്നു. ദജ്ജാലിനെ അതാ ഓടിച്ച് അനുയായികളെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുന്നു. ആ സമയത്ത് ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ജൂതന്മാരുടെ കരങ്ങളിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിനെ ആ ജൂതന്മാരുടെ കരങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരുന്ന നേതാവാണ് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. പക്ഷേ ഈസാ നബി ഇവിടെ നടപ്പിലാക്കുന്നത് ഈസാ നബിയുടെ മതമല്ല, ഈസാ നബിയുടെ കിതാബല്ല, ഇഞ്ചീൽ അനുസരിച്ചുകൊണ്ടുള്ള വിധിയല്ല. മറിച്ച് പിന്നെന്താണ് ചെയ്യുന്നത്? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഇമാമത്തു നിന്ന് നിസ്കരിച്ചപ്പോ അവിടുത്തെ പിന്നിൽ നിന്ന് ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുബ്ഹിയാണ് ഈ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുന്നത്. തിരുനബി തങ്ങളുടെ വിധികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഒരു പ്രവാചകനായിട്ടല്ല ഈസാ നബി ഇറങ്ങി വരുന്നത്, മറിച്ച് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അനുയായിയായിട്ടാണ്. മഹാനായ ഇമാം മഹ്ദി തങ്ങൾക്കൊരു കൂട്ടുകക്ഷിയായിട്ടാണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. അങ്ങനെ ഈസാ നബിയും അനുയായികളും ദജ്ജാലിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. വയക്സിറു സലീബ വയഖ്തുലുൽ ഖിൻസീറ. പന്നികളെ കൊന്നുകളയുന്നു, കുരിശുകളെ തച്ചുടച്ച് കളയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ദജ്ജാലിനെ അന്വേഷിച്ചുകൊണ്ട് വീണ്ടും യാത്രയാകുകയാണ്. 40 വർഷം മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ജീവിക്കും. 33-ാമത്തെ വയസ്സിലാണ് ഇറങ്ങി വരുന്നത്. അവിടുന്ന് മരണം സംഭവിക്കുന്നത് 73-ാമത്തെ വയസ്സിലാണ്. 73-ാമത്തെ വയസ്സിൽ ആ 40 കൊല്ലത്തെ ഇവിടുത്തെ ജീവിതത്തിനിടയിൽ അതാ ഒരു ദിവസം ദജ്ജാലിനെ പിടിക്കുകയാണ് ഈസാ അലൈഹിസ്സലാം. ويتبعه ويقتله عيسى بن مريم. ഈസ ഇബ്നു മറിയം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അതാ ഈസാ അലൈഹിസ്സലാം ദജ്ജാലിനെ പിടിച്ചു കൊല്ലുകയാണ്. ബിബാബിലുദ്, ലുദ് എന്ന നഗരത്തിന്റെ വാതിൽ വെച്ചുകൊണ്ട്, ലുദ് എന്ന് പറയുന്ന ഒരു നഗരത്തിന്റെ വാതിലിൽ വെച്ച്, ഇന്നത്തെ ഇസ്രായേലിലെ ഒരു സ്ഥലമാണ് ലുദ്. ആ പ്രധാന നഗരമാണ് ലുദ്. അവിടെയാണ് ഇസ്രായേലികളുടെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ലുദ് എന്ന നഗരത്തിന്റെ വാതിലിൽ വെച്ച് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ പിടികൂടുകയാണ്. ഫയദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. വെള്ളത്തിൽ ഉപ്പ് ലയിച്ചു പോകുന്നത് പോലെ, ഉരുകി പോകുന്നത് പോലെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോ ദജ്ജാൽ അതാ ഉരുകി ഒലിക്കുകയാണ്. അവിടെ വെച്ച് ദജ്ജാലിനെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വകവരുത്തുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ ദജ്ജാൽ യാത്ര പുറപ്പെടാൻ വേണ്ടി അതാ ലുദ് എന്ന നഗരത്തിലേക്ക് എത്തുന്ന സമയത്താണ്. ആ യാത്ര പുറപ്പെടണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിടികൂടുക. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആലോചിച്ചു നോക്ക്, അവിടെയാണ് ഇസ്രായേലികളുടെ എയർപോർട്ട് ഉള്ളത് എന്ന് പറയുമ്പോ ഈ യാത്ര പുറപ്പെടാൻ പോകുന്ന നേരമാണ് ദജ്ജാലിനെ പിടികൂടുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ ദജ്ജാലിനെ കൊന്നുകളയുന്നതാണ് ഈസാ നബി അലൈഹിസ്സലാം. പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ കല്യാണം കഴിക്കുന്നു, മക്കൾ ഉണ്ടാകുന്നു. അവസാനം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രചണ്ഡമായ പ്രചരണം നടത്തുന്നു.
അള്ളാഹുവിന്റെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട അടുത്ത പരീക്ഷണം വരുന്നു. ആ പരീക്ഷണം ഏതാണെന്നറിയുമോ? യജൂജ് മഅജൂജ് എന്ന രണ്ട് വിഭാഗം ജനങ്ങൾ ഈ ലോകത്തേക്ക് പുറപ്പെടുകയാണ്. യജൂജ് മഅജൂജ്. ഇമാം മഹ്ദി തങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അത് ഓർമ്മപ്പെടുത്തിയാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത പലരും ഈ ക്ലാസ്സിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ കേൾക്കാനുള്ള സംവിധാനം ചെയ്യാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യജൂജ് മഅജൂജ് എന്ന വിഭാഗം പുറപ്പെടുകയാണ്. യജൂജ് മഅജൂജിനെ സംബന്ധിച്ച് ഹബീബായ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അതാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 3 മക്കളുണ്ട്. ആ ഒന്നാമത്തത് സാം എന്നവരാണ്, രണ്ടാമത്തത് ഹാം എന്നവരാണ്, മൂന്നാമത്തത് യാഫിസ് എന്നവരാണ്. അപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ 3 മക്കൾ, 1 സാം, 2 ഹാം, 3 യാഫിസ്. فولد سام العرب. അറബികളുടെ പിതാവാണ് സാം എന്നവർ. ഫാരിസികളുടെ പിതാവാണ് സാം എന്നവർ. റോമക്കാരുടെ പിതാവാണ് സാം എന്നവർ. എന്നാൽ യാഫിസ് എന്നവരോ അത് യജൂജ് മഅജൂജുകളുടെയും തുർക്കികളുടെയും ഒക്കെ പിതാവാണ്. ഹാം എന്നവർ തിബത്തികളുടെയും സുഡാൻകാരുടെയും ഒക്കെ പിതാവാണ്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ അവിടുത്തെ സന്താനത്തിൽ യാഫിസിന്റെ സന്താന പരമ്പരയിലാണ് യജൂജ് മഅജൂജ് ഉണ്ടായത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ യജൂജ് മഅജൂജിനെ സംബന്ധിച്ചുള്ള പരാമർശം കാണാം. സൂറത്തുൽ കഹ്ഫിന്റെ 93-ാം വചനം അല്ലാഹു പറയുകയാണ്, ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈനി വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ദുൽഖർനൈനി എന്ന് പറയുന്ന ഒരു വലിയ മഹാത്മാവിന്റെ ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫ് വിശദീകരിച്ചു വരുന്നത്. ഹബീബായ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്ന വലിയ ഒരു ചരിത്ര സംഭവമാണ്. മക്കായിലെ മുശ്രിക്കീങ്ങൾ ഹബീബായ തങ്ങളോട് വന്ന് ആ ദുൽഖർനൈനി എന്ന് പറയുന്ന മഹാനുഭാവനെ സംബന്ധിച്ച് ചോദിക്കുമെന്ന് ഖുർആൻ പറയുന്നു. വയസ്അലൂനക അനിൽ ഖർനൈനി ഖുൽ സഅത്ലൂ അലൈക്കും മിൻഹു ദിക്റാ. ഓ നബിയെ, അവർ ദുൽഖർനൈനി എന്ന ആളിനെ സംബന്ധിച്ച് നിങ്ങളോട് വന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, ആ മഹാനുഭാവനെ സംബന്ധിച്ചുള്ള വിവരം നിങ്ങൾക്കു ഞാൻ പറഞ്ഞു തരാം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. ആ മഹാനുഭാവന്, ആ വ്യക്തിത്വത്തിന് ഭൂമിയിൽ വലിയ സ്വാധീനം നമ്മൾ നൽകിയിട്ടുണ്ട്, അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിനുമുള്ള മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാം ആ മനുഷ്യന്, അദ്ദേഹത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ മാർഗം പിന്തുടർന്നു പോകുന്ന മഹാനുഭാവനാണ് അദ്ദേഹം. വലിയ മഹാത്മ്യമുള്ള മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു. വദുൽഖർനൈനി ലം യുഅറഫ നബിയ്യാ കദാ ലുഖ്മാനു ഫഹദർ അൻ ജിദാലി. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ദുൽഖർനൈനി എന്ന മഹാനുഭാവനും നബിയായി അറിയപ്പെട്ടിട്ടില്ല. നബിയാണ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. നബിയാണെന്ന് അഭിപ്രായപ്പെട്ട ആളുകളുമുണ്ട്, അല്ലാതെ അഭിപ്രായപ്പെട്ടവരുമൊക്കെയുണ്ട്.
ഏതായാലും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട പ്രധാനിയാണെന്നതിൽ സംശയമില്ല മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വിഷയത്തിൽ തർക്കിക്കാൻ പോകരുത് എന്ന് മഹാന്മാര് പറയുന്നു. ലുഖ്മാനുൽ ഹക്കീം നബിയാണോ അല്ലേ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കേണ്ടതില്ല. ദുൽഖർനൈനി എന്ന മഹാൻ നബിയാണോ വലിയാണോ എന്ന വിഷയത്തിൽ തർക്കിക്കാൻ നിങ്ങൾ പോകേണ്ടതില്ല. ഏതായാലും അല്ലാഹുവിന്റെ അടുക്കലുള്ള വലിയ സ്ഥാനം കിട്ടിയ മഹാത്മാവാണ്. ദുൽഖർനൈനി എന്നാണ് അവരെ അറിയപ്പെടുന്നതെങ്കിലും അവർക്കുള്ള ഒറിജിനൽ പേര് സൈറസ് എന്നാണ്. സൈറസു സാനി, രണ്ടാം സൈറസ് എന്നാണ് അദ്ദേഹത്തിന്. സൈറസ് രണ്ടാമൻ എന്നാണ് അറിയപ്പെടുക. ആ മഹാനുഭാവൻ ലോകം മുഴുവനും അടക്കി ഭരിച്ച ഭരണാധികാരിയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം മുഴുവനും അടക്കി ഭരിച്ച ഭരണാധികാരിയാണ്. അങ്ങനെ 4 ആളുകൾ ലോകം മുഴുവനും അടക്കി ഭരിച്ചു. അതിൽ 2 പേര് മുസ്ലിമീങ്ങളും 2 പേര് അല്ലാത്തവരുമാണ്. ആരാണ് ഒന്നാമത്തത്? സൈറസ് എന്ന് പറയുന്നത് ദുൽഖർനൈനി. ദുൽഖർനൈനി എന്ന് പറഞ്ഞാൽ 2 കൊമ്പുള്ളയാൾ, 2 കൊമ്പുടയാളെന്നാണ്. 2 കൊമ്പുടയാളെന്ന് പറഞ്ഞാൽ മഹാനവറുകൾക്ക് 2 കൊമ്പുണ്ട് എന്നല്ല. അതിന്റെ ഒരർത്ഥം കിഴക്കും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള മുഴുവൻ ഭാഗങ്ങളും ഉടമസ്ഥപ്പെടുത്തിയ അധികാരപ്പെടുത്തിയ മനുഷ്യൻ എന്ന നിലയിൽ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ, അങ്ങനെ അധികാരമുള്ള ആള് എന്ന അർത്ഥത്തിനാണ് ദുൽഖർനൈൻ. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, സൂര്യൻ ഉദിക്കുന്ന സ്ഥലം മുതൽ അസ്തമിക്കുന്നത് വരെ മുഴുവനും അടക്കി ഭരിച്ച ഭരണാധികാരി എന്നതിന്റെ പേരിൽ പറയുന്നതാണ് എന്നൊരഭിപ്രായം. 2 നൂറ്റാണ്ടുകളെ എത്തിച്ച മനുഷ്യൻ എന്ന അത്രയും ആയുസ് ജീവിച്ച് ഇവിടെ പ്രവർത്തിച്ച ആളെന്ന നിലയിൽ 2 കർണുകളെ എത്തിച്ച മനുഷ്യൻ എന്ന പേരിൽ ദുൽഖർനൈനി എന്ന് പറയുന്നു എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട്. ഏതായാലും ആ മഹാനുഭാവന് നൽകിയിട്ടുള്ള ഒരു സ്ഥാനപ്പേരാണ് ദുൽഖർനൈൻ. അവരെ ഒറിജിനൽ പേര് സൈറസ് എന്നാണ്. രണ്ടാമത് ലോകം അടക്കി ഭരിച്ച ഭരണാധികാരി മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മൂന്നാമത്തെ ആള് അലക്സാണ്ടർ, നാലാമത്തത് ബുഖ്തനസർ. ഇങ്ങനെ ഈ 2 ആളുകൾ അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. ആദ്യം പറഞ്ഞ ഈ സുലൈമാൻ നബി അലൈഹിസ്സലാമും മഹാനായ ദുൽഖർനൈനി എന്ന മഹാനും ഈ ലോകം ഒന്നാകെ അടക്കി ഭരിച്ച ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ്, ആ മഹാനുഭാവൻ അതാ അവരിന്ന് യാത്ര പോകുകയാണ്. യാത്ര ഇങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെ കുറെ ആളുകൾ. حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا. അങ്ങനെ മഹാനായ ദുൽഖർനൈൻ തങ്ങൾ യാത്ര ചെയ്തു. അതാ അവരുടെ യാത്ര ഒരു പർവ്വതനിരയുടെ സമീപത്ത് എത്തുകയാണ്. പർവ്വതനിരയുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ ആ പർവ്വതങ്ങൾക്ക് ഇടയിൽ അതാ ഒരു ജനത അവിടെ ജീവിക്കുന്നു. വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. അവര് സംസാരിക്കുന്ന സംസാരം മിക്കവാറും ഇവർക്ക് മനസ്സിലാകുന്നില്ല, പലപ്പോഴും ഇവർക്ക് തിരിയുന്നില്ല. അവരതാ ജനങ്ങളുമായി, മറ്റ് ജനങ്ങളുമായി കൂടി ജീവിച്ച് പരിചയമുള്ള ആളുകളല്ല. അവരൊരു പ്രത്യേകതരം ആളുകളാണ്. പക്ഷേ ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിനെ അവരങ്ങ് കണ്ടപ്പോൾ, അധികാരമുള്ള മഹാനല്ലേ, അവിടുത്തെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് അവര് പറയുന്നു, യാ ദുൽഖർനൈനി ഇന്ന യജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജഅലു ലക ഹറജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. സൂറത്തുൽ കഹ്ഫിന്റെ 94-ാം വചനം. ദുൽഖർനൈനിയുടെ അടുക്കൽ ചെന്നിട്ട് ആ ഗ്രാമവാസികൾ പറയുന്നു, യാ ദുൽഖർനൈൻ, ഓ ദുൽഖർനൈനി തങ്ങളെ, ഇന്ന യജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്, യജൂജുകളും മഅജൂജുകളും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ്. അക്കാണുന്ന പർവ്വതത്തിന്റെ സമീപത്തു നിന്ന്, ആ മലയിടുക്കുകളിൽ നിന്ന് അപ്പുറത്തു നിന്ന്
അവരതാ പുറത്തേക്ക് വരാറുണ്ട്. ഈ നാട്ടിൽ മുഴുവനും ഭീതി വിതയ്ക്കാറുണ്ട്, അക്രമങ്ങൾ അഴിച്ചു വിടാറുണ്ട്. അങ്ങനെയുള്ള വിഭാഗമാണ് അവര്. ഫഹൽ നജഅലു ലക ഹറജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. നിങ്ങൾ അതാ നിങ്ങൾക്ക് നമ്മൾ കരം അടച്ചു തരാം, ചുങ്കം പിരിച്ചു തരാം, ടാക്സ് അടച്ചോളാം, പൈസ തരാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കാശ് മാസം തോറും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാം. എന്തു ചെയ്യണം? അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. ഇവര് ഇങ്ങോട്ട് ഇറങ്ങി വരാതിരിക്കാൻ ആ മലയുടെ ഇടുക്കിന്റെ ഇടയിൽ നല്ല ഒരു മതില്, ശക്തമായൊരു മതില് പണിഞ്ഞു തന്ന് യജൂജ് മാജൂജ് പുറത്തു വരരുത്. അതിന് പറ്റുന്നൊരു മതില് തങ്ങളെ അങ്ങ് പണിഞ്ഞു തന്നാൽ നിങ്ങൾ പൈസ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാം, കരം തന്നുകൊണ്ടിരിക്കാം. ഇപ്പൊ റോഡൊക്കെ നിർമ്മിച്ചിട്ട് ടാക്സ് പിരിക്കാൻ പോകുന്ന കാലമാണ്. അങ്ങനെ പലതരത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാലാണല്ലോ. റോഡ് ഇങ്ങനെ ഭരണാധികാരി നിർമ്മിക്കും, എന്നിട്ട് ആ പൈസ പിടിച്ചു പറ്റാൻ വേണ്ടി വണ്ടികളിൽ നിന്ന് ഓരോ വാഹനങ്ങൾ പോകുന്ന സമയത്ത് ടാക്സ് പിരിക്കാറുണ്ട്. ഇതുപോലെ ടാക്സ് തരാമെന്ന് മഹാനായ ദുൽഖർനൈനി തങ്ങളോട് പറയുമ്പോ അവിടുന്ന് പറയുന്നു, ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ്വത്തിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ. എനിക്കെന്റെ റബ്ബ് തന്നത് എത്ര വലിയ ഖൈറുകളാണ്, എത്ര വലിയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ടാക്സിന്റെ, നിങ്ങളുടെ കരത്തിന്റെ ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മതില് പണിഞ്ഞു തരാൻ, ഫഅഈനൂനി ബിഖുവ്വ, ജോലി ചെയ്യാൻ എന്റെ കൂടെ നിങ്ങളും കൂടെ സഹായിച്ചാൽ, നിങ്ങൾ ശക്തന്മാരായ ആളുകളാണ്, ആരോഗ്യപരമായി നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ, അജഅൽ ബൈനകും വബൈനഹും റദ്മാ, ഞാൻ അവരുടെയും നിങ്ങളുടെ ഇടയിൽ നല്ലൊരു മതില് പണിഞ്ഞു തരാം. അപ്പൊ യജൂജ് മാജൂജ് പുറപ്പെടൂല. നിങ്ങൾ എന്തു പറയുന്നു? ഓ റെഡി, ഞങ്ങൾ തയ്യാറാണ്. അതാ യജൂജ് മാജൂജ് വരാതിരിക്കാനുള്ള മതില് പണിയാൻ ആ ഗ്രാമവാസികളും മഹാനായ ദുൽഖർനൈനി തങ്ങളും കൂടി യോജിക്കുകയാണ്. എന്നിട്ട് മഹാനായ ദുൽഖർനൈൻ തങ്ങൾ പറയുന്നു, അതൂനി സുബറൽ ഹദീദ് ഹത്താ ഇദാ സാവാ ബൈന സ്വദഫൈനി ഖാല അൻഫുഹു ഹത്താ ഇദാ ജഅലഹു നാറൻ ഖാല ആതൂനി ഉഫ്രിഗ അലൈഹി ഖിത്റാ. നമുക്ക് പണി തുടങ്ങല്ലേ? എന്താണ് പണി തുടങ്ങേണ്ടത്? ആതൂനി സുബറൽ ഹദീദ്, ഇരുമ്പിന്റെ കട്ടികൾ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഇരുമ്പിന്റെ കട്ടികൾ കൊണ്ടുവന്ന് ഹത്താ ഇദാ സാവാ ബൈന സ്വദഫൈൻ, അങ്ങനെ ആ ഇരുമ്പിന്റെ കട്ടികൾ കൊണ്ടുവന്നിട്ട് രണ്ട് പർവ്വത പാർശ്വങ്ങളുടെ ഇടയിൽ അതാ കൃത്യമായി അടുക്കി അങ്ങ് വെക്കും. എന്നിട്ട് വെക്കുന്നു, അതങ്ങനെ വെച്ചിട്ട് കാലം ഹത്താ ഇദാ ജഅലഹു നാറാ, ഇതിലേക്ക് ഊതിയിട്ട് ആ തീ ഇങ്ങനെ ആളി കത്തിച്ച് ഈ ഇരുമ്പെല്ലാം നല്ല തീക്കട്ട പോലെ ആക്കുക. അങ്ങനെ തീക്കട്ട പോലെ അതിനെ ആ കൊണ്ടുവന്ന ഇരുമ്പിന്റെ കല്ലുകൾ മുഴുവനും, ഇരുമ്പിന്റെ കട്ടകൾ മുഴുവനും തീക്കോളം പോലെ നല്ല ചുമന്ന് വരുന്ന സാഹചര്യം വന്നാൽ, അത് നല്ല പഴുത്ത് കഴിയുമ്പോ അതൂനി ഉഫ്രിഗ അലൈഹി ഖിത്റാ, നിങ്ങൾ നല്ല ചെമ്പ് ഉരുക്കിയത് ഇങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ ആ ചെമ്പ് ഉരുക്കിയതിനെ ഞാൻ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു തരാം. മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു തആല ഇത് പറഞ്ഞപ്പോ അവര് ഇരുമ്പ് കൊണ്ടുവന്നു, അത് അടുക്ക് റെഡിയാക്കി, എന്നിട്ട് അതിനെ ചൂടാക്കി പഴുപ്പിച്ചു. ആ പഴുപ്പിച്ചതിനു ശേഷം അതിന്റെ മേളിൽ അതാ ചെമ്പിനെ ഉരുകി ഒലിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ആ മതില് കയറി മറിഞ്ഞു വരാൻ അവർക്ക് കഴിയില്ല, അവർക്കതിന് സാധിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ആ മതിലിൽ അവർക്ക് തുളയുണ്ടാക്കാനും കഴിയുന്നില്ല. ആ തുളയുണ്ടാക്കിയിട്ട് അതിലൂടെ ഇങ്ങനെ പുറത്തു വരാമെന്ന് വിചാരിച്ചാൽ അതിനും കഴിയില്ല.
ഖാല അവിടുന്ന് പറഞ്ഞു ഹദാ റഹ്മത്തും മിർ റബ്ബി ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖ്ഖാ ഖാല ഹദാ റഹ്മത്തും മിർ റബ്ബി ഇതെന്റെ റബ്ബായ അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ്, അല്ലാഹു തആലയുടെ കരുണയാണ്. റബ്ബിന്റെ വിധി വരുന്നൊരു സമയം വരാനുണ്ട്. ആ സമയം ഇത് മുഴുവനും തകർന്ന് തരിപ്പണമാകും. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അതാ അവര് ഈ പരിശുദ്ധമായ മതില്, ആ മതിലവര് പൊളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു രംഗം, അവരാ മതിലിൽ നിന്ന് ഇറക്കി വിടുന്ന രംഗം വരാനുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവരെ ഒരു മതിലിന്റെ ഉള്ളിൽ തളച്ചിട്ടിരിക്കുകയാണ്. ആ മതിലിന്റെ ഉള്ളിൽ തളച്ചിട്ടിരിക്കുന്ന യജൂജ് മഅജൂജ് അവര് പുറപ്പെടുന്ന രംഗം വരാനുണ്ട്. എവിടെയാണ് ഈ മല ഉള്ളത്, സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന വിഷയത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഭരണം നടത്തുന്ന സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ മതിൽ കണ്ടുവരാൻ വേണ്ടി തുർക്കിയിലേക്ക് ആളെ അയച്ചിട്ടുണ്ട്. ആ മതിൽ കണ്ടിട്ട് വരാൻ. നമ്മളിന്ന് വലിയ മതിലാണെന്ന് പറയുന്ന ചൈന വൻമതിലിനെ സംബന്ധിച്ചല്ല ഈ മതിൽ എന്ന് പറയുന്നത്. ഇത് ചൈന വൻമതിലല്ല, മറിച്ച് വേറൊരു സ്ഥലത്താണ് ഈ മല ഉള്ളത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇന്നത്തെ അർമീനിയയുടെയും ആസർബൈജാന്റെയും ഇടയിലുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം. അവിടെ കോക്കസ് എന്ന് പറയുന്ന തലത്തുള്ള ദാരിയാൽ മലയുടെ ഇടുക്കുകൾക്ക് ഇടയിലാണ് മഹാനായ ദുൽഖർനൈനി എന്ന മഹാനുഭാവൻ അവിടുന്ന് പണിഞ്ഞ മലയുള്ളത്, ആ മലയുടെ ഇടയിലുള്ള മതിലുള്ളത് എന്ന് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. കോക്കസിലെ ദാരിയാൽ മല, ആ മല സ്ഥിതി ചെയ്യുന്നത്, കോക്കസ് എന്ന് പറയുന്ന നാട് സ്ഥിതി ചെയ്യുന്നത് ഇന്നുള്ള അർമീനിയയുടെയും ആസർബൈജാന്റെയും ഇടയിലാണ്. അങ്ങനെയുള്ള സ്ഥലം അഥവാ ചൈനയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്, തുർക്കിയോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. ഇവർ യഥാർത്ഥത്തിൽ മംഗോളിയൻസുകളാണ്, മംഗോളിയക്കാരാണ് എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ താർത്താരികൾ എന്ന് പറയുന്നത് യജൂജുകളെ സംബന്ധിച്ചും, അതുപോലെ മുഗളവർഗം എന്ന് പറയുന്നത് മഅജൂജുകളെ സംബന്ധിച്ചുമൊക്കെയാണ് എന്ന് ചരിത്ര പണ്ഡിതന്മാർ ധാരാളം വിശേഷിപ്പിക്കുകയാണ്. ഏതായാലും ഇവര് മുൻകാലത്ത് ജീവിച്ചിരുന്ന രണ്ട് പടുകൂറ്റൻ വിഭാഗങ്ങളാണ്, ഗോഗ് ആൻഡ് മാഗോഗ് എന്നാണ് അവരെ പറയാറുള്ളത്. മംഗോളിയയിലെ രണ്ട് പ്രധാന നഗരങ്ങളുടെ പേരുകളാണ് ഗോഗും മാഗോഗും. ആ നാടുകളിലേക്ക് ചേർത്തുകൊണ്ട് രണ്ട് തറവാടുകളുടെ പേരായി അറിയപ്പെട്ട് ആ നാട്ടിൽ മുഴുവനും അക്രമങ്ങൾ വിതച്ച ഒരു വിഭാഗമാണ് യജൂജ് മഅജൂജ്. ആ യജൂജ് മഅജൂജ് ചെയ്യാത്ത അക്രമങ്ങളില്ല, എല്ലാ അക്രമങ്ങളും ചെയ്യും. എല്ലാം അവരുടെ മനുഷ്യന്മാരെ കൊന്നുകളയുക എന്നത് അവരുടെ പ്രധാന ഹോബിയാണ്. അവരുടെ കയ്യിൽ അക്രമത്തിന് കൊല ചെയ്യാനുള്ള വാളുകളും പരിചകളും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉള്ളവരാണ് അവർ. എവിടെ ഇറങ്ങിയാലും പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ദുൽഖർനൈനി എന്ന മഹാനുഭാവൻ കോക്കസിലെ ദാരിയാൽ മലയിൽ അതിന്റെ ഭാഗത്ത് പണിഞ്ഞ ആ ഇരുമ്പിന്റെ കട്ട കൊണ്ട് ഉണ്ടാക്കിയ വലിയ ശക്തിയിൽ പടച്ചിട്ടുള്ള ആ മതിലിന്റെ അപ്പുറത്ത് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഖിയാമത്ത് നാളിന്റെ ഇടിപ്പടക്കങ്ങൾ അതാ പ്രത്യക്ഷപ്പെടുന്നത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ കൊന്നിരിക്കുകയാണ്. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജ് വമഅജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ആ യഅജൂജ് മഅജൂജുകളെ തുറന്നു വിടപ്പെടുന്ന രംഗം വരുമ്പോ ഓരോ മരനിരകളിൽ നിന്ന് അതാ അവരിങ്ങനെ ഇറങ്ങിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്.
എന്നിട്ട് അവർ അക്രമങ്ങൾ വിധിക്കുകയാണ്, അക്രമങ്ങൾ ചെയ്യുകയാണ്, ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്, കൃഷിയിടങ്ങളെ നശിപ്പിക്കുകയാണ്, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഫയമുറു അവൈലുഹും അലാ ബുഹൈറത്തി തുബരിയ. തുബരി തടാകത്തിന്റെ സമീപത്തുകൂടി അവര് നടന്നു പോയാൽ ഫയശ്രിബൂന മാ ഫീഹാ. തുബരി തടാകത്തിലുള്ള വെള്ളം മുഴുവനും അവർ കുടിച്ചു വറ്റിക്കും. നേരത്തെ ദജ്ജാല് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത ഒരു വാക്കുണ്ടല്ലോ, ആ തുബരി തടാകം നല്ല വെള്ളമുള്ള തടാകമാണ്, അത് വറ്റിപ്പോകുമെന്ന് ദജ്ജാല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീസ് ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോ ആ തുബരി തടാകം അവർ കുടിച്ചു വറ്റിക്കും, സുഗർ തടാകം അവർ കുടിച്ചു വറ്റിക്കും. അങ്ങനെ ഓരോന്ന് വറ്റിച്ച് വറ്റിച്ച് സുബ്ഹാനല്ലാഹ് ഈ നാട് മുഴുവനും കുട്ടിച്ചോറാക്കുന്ന ആളുകളാണ് യജൂജ് മാജൂജ്. രക്ഷയില്ല, അവര് കണ്ടാൽ കൊന്നുകളയും, അവര് ആക്രമിക്കും, അവര് പല പ്രശ്നങ്ങളുണ്ടാകും. എത്രയാണ് അവരുടെ ജനം, എണ്ണം പറ്റൂല. സുബ്ഹാനല്ലാഹ്, എണ്ണം ഇല്ലാതെ ഒരു വിഭാഗമായവർ മാറും. മുൻഗാമികളിൽ കുറച്ചൊക്കെ അക്രമങ്ങൾ ചെയ്തവരുണ്ടായിരുന്നു. ആ അക്രമികാലികളെ മുഴുവനും കുറെ ഭാഗങ്ങളെ ദുൽഖർനൈനി എന്ന് പറയുന്ന മഹാൻ ആ മലയുടെ അപ്പുറത്ത് കൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിലിട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്തായിരുന്നേ അവിടെ അവസ്ഥ? ഇപ്പോഴും യജൂജ് മാജൂജ് ഇവിടെ കുഴപ്പമുണ്ടായിക്കൊണ്ടിരുന്നേ. അതിൽ ശേഷിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീനീ ദഅവത്ത് കൊണ്ട് കുറെ ആളുകളൊക്കെ നന്നായി പല താലുകളിലായി. കുറെ ആളുകൾ നന്നാകാതെ ഇന്നും പല സ്ഥലങ്ങളിൽ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവരൊക്കെ യജൂജ് മാജൂജിന്റെ ഏതെങ്കിലും സന്താന പരമ്പരയിൽ പെട്ടുവരുന്നവരായിരിക്കും. നമ്മൾ ഈ ചരിത്ര ഭാഗങ്ങളൊക്കെ വിശാലമായി പഠിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫ് നമുക്ക് വിശാലമായി വിശദീകരണം വരുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അപ്പൊ സൂറത്തുൽ കഹ്ഫിന്റെ അർത്ഥതലങ്ങളെ കുറിച്ചുള്ള പഠനവേദിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ചരിത്ര ഭാഗത്ത് ചേർത്ത് വെച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ചേർത്ത് നമുക്ക് അവിടെ പറയാം. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ വാഖിഅയിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ഒരു ചെറിയ ചിത്രം നമ്മുടെയൊക്കെ കൽബുകളിൽ ഉണ്ടാകൽ അത്യാവശ്യമാണ്. അപ്പോഴേ ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ തുടങ്ങിയതിന്റെ അർത്ഥതലങ്ങളെ നമുക്ക് മനസ്സിലാകൂ. അതുകൊണ്ട് ചെറിയ വിശദീകരണം നമുക്കിവിടെ പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഏതായാലും അവരിറങ്ങി വന്നാൽ ഒരുപാട് അക്രമങ്ങൾ ഇവിടെ നടത്തും. അക്രമങ്ങൾ നടത്തുമെന്ന് മാത്രമല്ല, ആ അക്രമകാരികളിൽ ഒരാൾക്ക് തന്നെ 1000 മക്കൾ ഉണ്ടാവും. ഒരാൾ മരിച്ചാൽ 1000 പേരുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ഒരു മക്കൾ ഉണ്ടാകുന്നത് തന്നെ 1000 മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എവിടെ പിന്നെ എണ്ണാൻ പോകാൻ പറ്റുക? അത്രയും വലിയ ഒരു സമൂഹമായി യജൂജ് മഅജൂജ് മാറുകയാണ്. അവർ ഈ ഭൂമിയിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കും. അവസാനം നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ യജൂജ് മഅജൂജ് കൈകാര്യം ചെയ്യാൻ ഓടിക്കുകയാണ്. ദജ്ജാലിനെ വകവരുത്തിയ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ യജൂജ് മഅജൂജിന്റെ മുമ്പിൽ. യജൂജ് മഅജൂജ് ആ മുസ്ലിമീങ്ങളായ ആളുകളെ അതാ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അവര് അവസാനം യജൂജ് മഅജൂജിന്റെ ഭീതിയിൽ ഭയന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും തന്റെ അനുയായികളും തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ കയറുകയാണ്. ആ സമയത്ത് താഴെ നിന്ന് അവര് അതാ പ്രത്യേക വലയം സൃഷ്ടിച്ചുപോയി. മേളിൽ നിന്നവർക്ക് താഴെ ഇറങ്ങാൻ കഴിയുന്നില്ല. ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കുടിക്കാൻ അനുവദിക്കാതെ ആ പർവ്വതത്തിന്റെ മുകളിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും നിൽക്കേണ്ടി വരുന്നു. അവസാനം അവരുടെ അക്രമം അതാ ഉറപ്പ് വന്നപ്പോ അവര് കയറി വന്ന് ആക്രമിക്കുമെന്ന് കാണുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റ ദുആയാണ്, പടച്ചവനെ യജൂജ് മഅജൂജിന്റെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു കാവൽ നൽകണേ അല്ലാഹ്. ഈ ദുആ നടത്തിയപ്പോ സുബ്ഹാനല്ലാഹ് ഫയുർസിലുല്ലാഹു അലൈഹിമുൻ നഗഫാ ഫീ റിഖാബിഹിം. ഈ യജൂജ് മഅജൂജിന്റെ ഓരോരുത്തരുടെയും പിരടിയിൽ ഒരു
വീഴുകയാണ്. ഒരു ചെറിയ ബാക്ടീരിയ വരികയാണ്. എന്നിട്ട് അവരുടെ ആ പിരടിയിൽ ഇങ്ങനെ വീഴുമ്പോൾ ഓരോ പുഴുക്കൾ വന്ന് ഒരാളിന്റെ പിരടിയിൽ വീണാൽ അപ്പോഴേ അയാൾ മരിച്ചു പോകുകയാണ്. ഈ പുഴുവന്ന് വീഴേണ്ട താമസം അയാൾ മരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും മരിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഫലിക്കുകയാണ്. അല്ലാഹു തആല നഗഫ എന്ന് പറയുന്ന അതാ ഒരു തരം പുഴുക്കളെ പറഞ്ഞേക്കുന്നു. ഒട്ടകത്തിന്റെ കഴുത്തിനു മേളിൽ കാണുന്ന ചെറിയ പുഴുക്കളാണെന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും ആ ചെറിയ പുഴുക്കളെ പറഞ്ഞേച്ച് അല്ലാഹു അവരെ മുഴുവനും നശിപ്പിച്ച് എല്ലാ ഡെഡ് ബോഡികളും ഭൂമിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, ഈ ഭൂമി എങ്ങനെ മോശമായി കിടക്കുകയാണ്. ഈ ഡെഡ് ബോഡികളെ മുഴുവനും ഞങ്ങൾ എന്തു ചെയ്യാനാണ്? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന യജൂജ് മാജൂജ് വിഭാഗത്തിൽപ്പെട്ട അക്രമികളുടെ ശവശരീരങ്ങൾ ഭൂമിയിൽ ഒന്നാകെ കിടന്നിട്ട് ഭൂമി വൃത്തികേടായിരിക്കുകയാണ്. ഭൂമിയിൽ ദുർഗന്ധം വരികയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഭൂമി ഒന്ന് വൃത്തിയാക്കി തരണേ അല്ലാഹ്. മഹാനായ ഈസാ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴല്ലാഹു തആല അൻസലല്ലാഹു തുയൂറൻ കഅനാഖിൽ ബുഖ്തി, ഒട്ടകത്തിന്റെ കഴുത്തുപോലെ നീളമുള്ള കഴുത്തുള്ള പക്ഷികളെ അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് അയക്കുകയാണ്. എന്നിട്ട് അവർ ഈ ശരീരത്തെ പൊക്കിയെടുക്കുന്നു. ഹദീസിൽ കാണാം, ഫയളഉഹാ ഫീ നഹ്ബൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഇടുകയാണ്. ആ നഹ്ബൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് എല്ലാ ഡെഡ് ബോഡികളെയും കൊണ്ട് കൂട്ടിയിടുന്നു. അങ്ങനെ കൂട്ടിയിട്ട ശേഷം ഫയൻസിലുല്ലാഹു അലൈഹിം മത്റാ, അല്ലാഹു തആല നല്ല ഒരു മഴയെ അതിനു ശേഷം അങ്ങ് പെയ്യിപ്പിക്കുമ്പോ ഫയജഅലുഹു അല്ലാഹു മുസഫൻ കൽമിറാത്ത്, നല്ല കണ്ണാടിച്ചില്ല് പോലെ ഈ ഭൂമിയാകും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കണ്ണാടിച്ചില്ല് പോലെ, നല്ല ടൈല് പാകിയതുപോലെ, നോക്കിയാൽ മുഖം കാണാൻ കഴിയുന്ന കോലത്തിൽ ഈ ഭൂമി അല്ലാഹു മിനുസമുള്ളതാക്കി മാറ്റുകയാണ്. നല്ല അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നു. പ്രകൃതി തന്നെ മാറുകയാണ്. രാത്രി കാലങ്ങളിൽ നല്ല മഴ പെയ്തു കിട്ടും. പകലിലായാൽ മഴയുണ്ടാകില്ല. നല്ല വെളിച്ചമാകും, നല്ല സന്തോഷമാകും. ഇവിടുന്ന് മുളച്ചു വരുന്ന വൃക്ഷങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ, ആ ഒരൊറ്റ ഫലം മതി ഒരു കുടുംബത്തിന് മുഴുവനും കഴിയാൻ. നല്ല അന്തരീക്ഷം, നല്ല സുഖം. ആ നല്ല സുഖത്തിൽ ഇങ്ങനെ കഴിയുന്ന ഒരു കാലാവസ്ഥയായി, വലിയ ബറക്കത്തുള്ളൊരു ജീവിതമായി യജൂജ് മാജൂജിനെ അല്ലാഹു തആല ഇവിടെ നശിപ്പിച്ചു കളഞ്ഞാൽ ഈ ഭൂമി മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴൊന്നും ഒരുപക്ഷെ നന്നാകാനുള്ള വഴി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചു പോയാൽ ലാ യുഖ്ബലു തൗബത്തു വൽ ഈമാൻ ഇൻദൽ ഗറഗറതി വഇൻദ തുലൂഇ ശംസി മിനൽ മഗ്രിബി. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചാൽ തൗബയുടെ വാതിൽ അടഞ്ഞു. ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിയാൽ അവന്റെ തൗബയുടെ വാതിൽ അടഞ്ഞു എന്ന് പറഞ്ഞതുപോലെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചാൽ അത് പ്രയാസമാണ്. ഏതായാലും അല്ലാഹു തആല ഈ പ്രതിസന്ധികളിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തുകയാണ്. അവസാനം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 കൊല്ലമങ്ങ് തികയുമ്പോ അവിടുന്ന് മദീനത്തേക്ക് വരുന്നു. മദീനയിലാണ് ഹബീബായ നബി തങ്ങളുടെ ചാരത്താണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്നത്. ആ ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരേ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ചാരത്ത്
നാലാമതൊരു ഖബറിന്റെ അവസരം ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. തിരുനബി തങ്ങളുടെ പച്ച കുബ്ബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒന്ന് ഹബീബായ തങ്ങളാണ്. രണ്ടാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഖബറാണ്. നാലാമതൊരു ഖബറിന്റെ സ്ഥലം അവിടെ ബാക്കിയുണ്ട്. അതാർക്ക് വേണ്ടിയുള്ളതാണ്? മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് മദീനയിൽ മരിച്ചാൽ അവിടുത്തെ മറവ് ചെയ്യാനുള്ള ഖബറിന്റെ ഇടമാണ് ബാക്കിയുള്ളത്. ഏതായാലും അവിടെയാണ് മഹാനുഭാവനെ മറവ് ചെയ്യുന്നത്. അങ്ങനെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറയുകയും അവിടെ ഖബറടക്കുകയും ചെയ്യും. എന്നിട്ട് ഇവിടെ സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകളുടെ സവിധത്തിലേക്ക് ഫയുർസിലുല്ലാഹു അലൈഹിം നസീമാ, ഒരു നല്ല തണുത്ത കാറ്റ് വരികയാണ്. യമനിന്റെ ഭാഗത്തു നിന്നാണ് ആ കാറ്റ് അടിച്ചു വീശുന്നത്. ആ ചെറിയ കാറ്റിങ്ങനെ അടിച്ചു വീശിയാൽ നല്ല സുഗന്ധമുള്ള സന്തോഷമുള്ള കാറ്റാണത്. ആ കാറ്റിങ്ങനെ വന്ന് വിശ്വാസികളിൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും ശരീരത്തിലേക്ക് ഈ കാറ്റൊന്ന് തട്ടിക്കൊടുക്കുകയാണ്. ആ ശരീരത്തിൽ ഈ കാറ്റ് തട്ടിയിട്ട് അടുത്ത ആളിലേക്ക് പോയാൽ ഈ കാറ്റ് വന്ന ശരീരത്തിലേക്ക് തട്ടേണ്ടുന്ന താമസം മുഅ്മിനീങ്ങളായ ആളുകൾ മുഴുവനും മരിച്ചു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തണുത്ത കാറ്റ് എവിടുന്ന്? യമനിന്റെ ഭാഗത്തു നിന്ന് അടിച്ചു വീശിയിട്ട് ലോകത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളുടെയും ശരീരത്തിൽ തട്ടിയിട്ട് പോയാൽ ആ വിശ്വാസികൾ മുഴുവനും മരിച്ചു പോകുന്നതാണ്. അവരൊക്കെ മരിച്ചാൽ പിന്നെ ഇവിടെ ബാക്കിയുള്ളതാരാണ്? മുഴുവൻ മോശപ്പെട്ടവരാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമു സ്സാഅതു ഇല്ലാ അലാ സിറാരിൽ ഖൽഖി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് മോശപ്പെട്ട ആളുകളുടെ മേലിലാണ്. ലാ തഖൂമു സ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഏതുവരെ? ഈ ദുനിയാവിൽ അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകുന്നത് വരെ. അല്ലാഹ് എന്ന് ഈമാനോടെ പറയാൻ കഴിയുന്ന ഒരുത്തനും ഈ ഭൂമി ലോകത്ത് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം, അവിടെയാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ആ ഒരു സാഹചര്യം വരുമ്പോഴാണ് അല്ലാഹു തആലയുടെ ഖുർആൻ പറയുന്നു, സൂറത്തുൽ വാഖിഅയുടെ 4-ാമത്തെ ആയത്ത്, ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ, ഭൂമി കിടുകിടാ വിറയ്ക്കുകയാണ്. ഭൂമിക്ക് വിറയൽ സംഭവിക്കുന്നു. വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ പൊടിക്കപ്പെടുന്നു. പർവ്വതങ്ങളുടെ ആ വലിയ നിലയിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ മണൽ കൂമ്പാരം പോലെ തകർന്നു വീഴുന്നു, മണലുകൾ പോലെ പൊടിക്കപ്പെടുന്നു. ഫകാനത് ഹബാഅം മുംബത്താ, അങ്ങനെ ആ പർവ്വതങ്ങൾ വിതറപ്പെട്ട ധൂളികൾ പോലെ, മണലുകളിൽ നിന്നുള്ള പൊടികൾ പോലെ പറന്നു കിടക്കുന്ന മണലുകൾ, കാറ്റടിച്ച മണല് പറക്കുന്നത് പോലെ കാണുന്ന പർവ്വതങ്ങൾ മുഴുവനും അങ്ങനെ പറന്നു നടക്കുകയാണ്. അവിടെയാണ് ഇദശംസു കുവ്വിറത്, അതാ സൂര്യനെ ചുരുട്ടപ്പെടുന്ന രംഗം വരുന്നു. വഇദൻ നുജൂമുൻ കദറത്, ആകാശത്തു നിന്ന് അതാ നക്ഷത്രങ്ങൾ ഇരുന്ന് താഴേക്ക് വീഴുന്നു. വഇദൽ ബിഹാറു സുജ്ജിറത്, കടലുകൾ ആളി കത്തിക്കപ്പെടുന്ന രംഗമാണിത്. വഇദൽ ഉഹൂസു ഹുസിറത്, അതാ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന രംഗം. വന്യമൃഗങ്ങളൊക്കെ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷേ ആരും ആരെയും ആക്രമിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. നമ്മൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ അടുക്കളയുടെ വാതിന് സിംഹം ഉണ്ടാവും, അപ്പുറത്ത് നോക്കുമ്പോൾ ആന ഉണ്ടാവും. പലതും ഇവിടെ കാണും. പുലിയും കടുവയും ആനയും ഈ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളെല്ലാം നമ്മളാകുന്ന മനുഷ്യന്മാരുടെ കൂടെ ഇഴുകി ചേർക്കപ്പെടുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് സുബ്ഹാനല്ലാഹ് യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്.
وتضع ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ഖിയാമത്ത് നാളിന്റെ ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാകുകയാണ്. അതാ ഗർഭിണികൾ പ്രസവിച്ചു പോവുകയാണ്. 10 മാസം തികഞ്ഞു നിൽക്കുന്ന ഒട്ടകങ്ങൾ ആ ഗർഭത്തെ ശിശുവിനെ പുറത്തെടുക്കാനും അതിനെ പരിചരണം നടത്താനും ആളുകൾക്ക് കഴിയാത്ത ഒരു സാഹചര്യം. സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതകരമായ നടത്തും! ജനങ്ങൾക്കൊന്നും നിന്നിട്ട് കാലുറക്കുന്നില്ല. എല്ലാവരും ആടി ഒലയുകയാണ്. കള്ളുകുടിച്ച് മതോന്മത്തനായി ആടി ഒലയുന്നത് പോലെ നല്ല ആരോഗ്യമുള്ള ഒരു കുഴപ്പവുമില്ലാത്ത ജനങ്ങൾ ആടി ഒലയുകയാണ്. ആ സമയത്ത് വമാഹും ബിസുക്കാറ, അവർ മത്തുപിടിച്ചതൊന്നുമല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ പരീക്ഷണം അത് കഠോരമാണ്. പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരാൾക്കും അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ, ഒരു രക്ഷയില്ല. ഇനി ഇത് സംഭവിക്കൂല എന്ന് പറയാനുണ്ടാകൂല. ഖാഫിദത്തുർ റാഫിഅ, ചില ആളുകൾ അല്ലാഹു തആല അന്ന് ഉയർത്തി തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ആളുകളാക്കി മാറ്റും. മറ്റു ചിലരെ തല താഴ്ത്തി നിൽക്കുന്നവരാകും. ചില ആളുകൾക്ക് അല്ലാഹു ഔന്നത്യം നൽകും. മറ്റു ചില ആളുകളെ അല്ലാഹു തആല അതാ നശിപ്പിച്ച് താഴേക്ക് വിടുന്നു. അല്ലാഹു തആല നന്മയുടെ ആളുകളിൽ മുഴുകി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മനുഷ്യന്മാരെല്ലാം ഈ ഉലകത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ എന്നിട്ട് ഊതിക്കഴിഞ്ഞാൽ ഇസ്രാഫിൽ സൂറത്തിലൂതോല്ലേ അന്ന് ഈ ലോകമാകെ തകരൂല്ലേ, ഇറയവൻ മുമ്പിലണയോല്ലേ അന്ന് എരിപോരി കൊള്ളും ദീനമല്ലേ. ആധുനിക ശാസ്ത്രം ചോദിക്കുകയാണ്, ഈ ഇസ്രാഫീൽ സൂറ കാഹളത്തിൽ ഊതുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയും ഒക്കെ തകർന്ന് തരിപ്പണമായി, ആകാശം ഒന്നാകെ തകർന്ന് ഈ ഭൂമിയിലേക്ക് വീഴും. അങ്ങ് വരുമ്പോ ഈ ഭൂമിയും ആകാശവും ഒക്കെ ഒന്ന് കൂടിച്ചേർന്നാൽ ഇവിടെ ബാക്കിയുണ്ടാകുന്ന ലോഹം ഏതാണ് എന്ന് ചോദിക്കുന്നു. അവര് തന്നെ മറുപടി പറയുന്നു, സിയു എന്ന സൂത്രവാക്യത്തിൽ എഴുതുന്ന കോപ്പർ എന്ന് പറയുന്ന ചെമ്പെന്ന മലയാള ലോഹമാണ്. അപ്പോ ഇവിടെ ബാക്കി അവശേഷിക്കാനുള്ള ലോഹം ചെമ്പാണ് എന്ന് പ്രിയപ്പെട്ടവരെ ആധുനിക ശാസ്ത്രം തന്നെ പറയുകയാണ്. അങ്ങനെ എത്രയോ പാഠങ്ങൾ നമുക്കുണ്ട്. ഖിയാമത്ത് നാളിന്റെ ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടായാൽ പിന്നെ അത് കഴിഞ്ഞ് സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊതലങ്ങ് ഊതിക്കഴിയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വകുന്തും അസ്വാജൻ സലാസ, അന്ന് നിങ്ങളെല്ലാം 3 വിഭാഗമായി മാറും. അന്ന് ഈ ജനവിഭാഗങ്ങളെല്ലാം 3 വിഭാഗമായി തിരിയുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. ഒന്നാമത്തെ വിഭാഗം അസ്ഹാബുൽ മൈമനയാണ്. അസ്ഹാബുൽ മൈമന ആരാണ്? മൈമന. മൈമന എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ആളുകൾ. അതാ സന്തോഷിച്ച് നല്ല ആഹ്ലാദത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആളുകൾ. അസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, ഉത്തമ വിഭാഗക്കാരായ ആളുകൾ, നല്ലവരായ ആളുകൾ. മൈമന നല്ല സന്തോഷമുള്ള ആളുകൾ. അങ്ങനെ 3 വിഭാഗമായി തീർന്നാൽ ഒരു വിഭാഗം അവർ നല്ല ആളുകൾ. രണ്ടാമത്തത് വഅസ്ഹാബുൽ മസ്അമതി മാ അസ്ഹാബുൽ മസ്അമ, അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, മാ അസ്ഹാബുൽ മൈമന. അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ അവസ്ഥ? എന്താണ് അവരുടെ അവസ്ഥ എന്ന് ചോദിച്ചിട്ട് മറുപടി ഇപ്പൊ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അവരുടെ ആ നന്മയുടെ വലിപ്പം എത്രയുണ്ട് എന്ന ഒരു ചോദ്യമാണ്. എന്തൊരു ജീവിതമാണ് അവർക്ക്, എന്തൊരാൾക്കാരാണ് അവർ. രണ്ടാമത് അല്ലാഹു പറഞ്ഞു, രണ്ടാമത്തെ വിഭാഗം വഅസ്ഹാബുൽ മസ്അമ, ലക്ഷണം കെട്ട ആളുകൾ, മോശപ്പെട്ടവർ. മാ അസ്ഹാബുൽ മസ്അമ, അവരെ മോശം, എത്ര വലിയ മോശപ്പെട്ട അസ്ഹാബുകളാണ് അവർ, എന്താണ് അവരുടെ അവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം വസ്സാബിഖൂന സ്സാബിഖൂൻ,
സാബിഖീങ്ങളായ മുന്നോട്ട് വന്ന് നിൽക്കുന്ന മുന്നോറുകളായ ആളുകൾ, അവരേ നന്മയിലും മുന്നേറ്റത്തിന്റെ ആളുകളാണ്, അവർ മുന്നിട്ട് വരുന്ന ആളുകൾ. ഉലൈകൽ മുഖറബൂൻ, അവരാണ് സാബിഖീങ്ങൾ, അവരാണ് മുഖറബുകൾ, അവരാണ് അല്ലാഹുവിനോട് സാമീപ്യമുള്ള ആളുകൾ, നന്മയുടെ ആളുകൾ. ഫീ ജന്നാത്തിൻ നഈം, അവർ അനുഗ്രഹീതമായ അല്ലാഹുവിന്റെ സ്വർഗീയ തോപ്പുകളിലാണ്. അവരെത്ര പേരുണ്ട്? സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഭൂരിപക്ഷം, ബഹുഭൂരിപക്ഷം, ഒരുപാട് ആളുകൾ, ഒരു വിഭാഗം തന്നെ മുൻഗാമികളിൽ നിന്നുണ്ട്, ഒരു കൂട്ടം ആളുകൾ തന്നെ ഉണ്ട്. വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളായ ആളുകളിൽ അവസാനക്കാരിൽ കുറഞ്ഞ ആളുകളുമുണ്ട്. എവിടെ? സാബിഖീങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും നല്ലവരായ, ഏറ്റവും നമ്പർ 1 ആയ ഉത്തമ വിഭാഗമായ ആളുകൾ, ഏറ്റവും സ്ഥാനത്തുള്ളവർ സാബിഖുകൾ. രണ്ടാമത്തത് അസ്ഹാബുൽ മൈമന, മൂന്നാമത്തത് അസ്ഹാബുൽ മശ്അമ. നല്ല അനുഗ്രഹീതരായ ആളുകൾ അസ്ഹാബുൽ മൈമന. അവരെ സംബന്ധിച്ച് അസ്ഹാബുൽ യമീൻ എന്ന് പരിശുദ്ധ ഖുർആൻ ഈ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, വലതുപക്ഷക്കാർ. മറ്റവരെ സംബന്ധിച്ച്, മോശപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അസ്ഹാബുൽ ഷിമാൽ, മോശപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അസ്ഹാബുൽ ഷിമാൽ എന്ന് പറഞ്ഞ ഇടതുപക്ഷക്കാർ. ഇത് രാഷ്ട്രീയത്തിലെ വലതുപക്ഷവും ഇടതുപക്ഷവും അല്ല. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യൻഖസിമുൻ നാസു യൗമൽ ഖിയാമത്തി ഇലാ തലാസത്തി അസ്നാഫ്, ജനങ്ങൾ ഖിയാമത്ത് നാളായാൽ 3 വിഭാഗമാകും. ഖൗമുൻ അൻ യമീനിൽ അർശ്, ഒരു വിഭാഗം അർശിന്റെ വലതുഭാഗത്ത്, അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയാണ് അർശ്, ആ അർശിന്റെ വലതുഭാഗത്താണ് അവരുള്ളത്. വഹുമുല്ലദീന ഖറജൂ മിൻ ശിഖ്ഖി ആദമൽ ഐമൻ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലതുഭാഗത്തിരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് വേണ്ടി, ആകാശാരോഹണത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടല്ലോ. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിന്റെ വലതുഭാഗത്ത് കുറെ ആളുകൾ, ഇടതുഭാഗത്ത് കുറെ ആളുകൾ. ആദം നബി അലൈഹിസ്സലാം വലതുഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നു, ഇടതുഭാഗത്തേക്ക് നോക്കി കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, എന്തിനാണ് ആദം നബി അലൈഹിസ്സലാം വലതുഭാഗത്തേക്ക് നോക്കി ചിരിക്കുക, ഇടതുഭാഗത്തേക്ക് നോക്കി കരയൊക്കെ ചെയ്യുന്നത്? എന്താ സംഭവം? അത് നബിയെ, അങ്ങയുടെ അനുയായികളിൽ അതാ നല്ല നന്മയുടെ ആളുകൾ വലതുപക്ഷത്ത്, അവർ നന്മയുടെ ആളുകളാണ്, സ്വർഗത്തിന്റെ ആളുകളാണ്. അവരെ കണ്ടപ്പോ ഉപ്പാപ്പയായ ആദം അലൈഹിസ്സലാം ചിരിക്കുകയാണ്. ഇടതുഭാഗത്തുള്ളതോ അവര് മോശപ്പെട്ടവർ, നരകത്തിന്റെ ആളുകളാണ്. അവരെ കണ്ടപ്പോ ആദം നബി അലൈഹിസ്സലാമിന് വിഷമം തോന്നി കരയാണ്. അവർ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണല്ലോ, അവർ നരകത്തിലേക്ക് പോകേണ്ട ആളുകളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഈ ഇടതുപക്ഷത്തുള്ള ആളുകളെ വലതുപക്ഷത്തുള്ള ആളുകളാക്കാൻ വേണ്ടി അധ്വാനിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യേണ്ടുന്ന പണി. ഇടത്തിന്റെ ആളുകളെ വലത്തേക്ക് കൊണ്ടുവരാൻ, നരകത്തിന്റെ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള അമൽ. അതാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അല്ലാഹു തആല നമ്മൾ ആരെങ്കിലും ഇടതിന്റെ ആളുകളാക്കി, ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടത് ഭാഗത്തുള്ളവരാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു ഈ പുണ്യമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട്, അനുഗ്രഹീതമായ ഈ വിശുദ്ധമായ ഖുർആനിന്റെ പഠനവേദിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ വലതിന്റെ ആളുകളാക്കി തെരുമാറാകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന്റെ വലതും ഇടത്തുമല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ വലതു ഭാഗത്തുള്ളവരെ അസ്ഹാബുൽ യമീൻ, വലത് ഭാഗത്തുള്ളവരെന്നും, ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടതു ഭാഗത്തുള്ളവരെ അസ്ഹാബുൽ ഷിമാൽ, ഇടതിന്റെ ആളുകൾ എന്നും പറയുകയാണ്. ഏതായാലും അങ്ങനെ ഉള്ള ഒരു വിഭാഗം അർശിന്റെ വലതു ഭാഗത്തും, മറ്റൊരു വിഭാഗം ആഖിറൂന അൻ യസാരിൽ അർശ്, വേറൊരു വിഭാഗം അർശിന്റെ ഇടതുഭാഗത്താണ്. വഹുമുല്ലദീന ഖറജൂ മിൻ ശിഖ്ഖി ആദമൽ ഐസാർ, ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടതുഭാഗത്തുള്ള ആളുകളാണ്. അവരെ പ്രത്യേകത എന്താണ്? വലതുഭാഗത്തുള്ള ആളുകളുടെ പ്രത്യേകത പറഞ്ഞു, അവർക്ക് അല്ലാഹു തആല വയുതൗന കുതുബഹും ബിഐമാനിഹിം, അവർക്ക് അല്ലാഹു തആല കിതാബ് കൊടുക്കുന്നത് വലങ്കയിലാണ്. വഹും ജുംഹൂറു അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽ ഭൂരിപക്ഷം ആളുകളും അതിലുള്ള ആളുകളാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടതുപക്ഷക്കാരായ ആളുകൾക്കോ ഇടത്തിട്ടുള്ള ആളുകൾക്കോ വയുതൂന കുതുബഹും ബിശമാഇലിഹിം, അവരുടെ കിതാബ് കിട്ടുന്നത് ഇടങ്കയിലാണ്. വഹും ആമ്മത്തു അഹ്ലിന്നാർ, നരകാവകാശികളിൽ കൂടുതൽ പേരും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ മൂന്നാമത്തെ വിഭാഗം
വത്വായിഫത്തുൻ സാബിഖൂന ബൈന യദൈ. അർശിന്റെ മുമ്പിലാണ് അവരുള്ളത്. അർശിന്റെ നേരെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഭാഗം. അവര് പക്ഷേ നിൽക്കുന്നത് എവിടെയാണ്? അർശിന്റെ നേരെ മുമ്പിലല്ല, മറിച്ച് അസ്ഹാബുൽ യമീൻ നിൽക്കുന്ന ആ വലത്തിനോട് ചേർന്ന് അതിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഇടതുപക്ഷക്കാരോട് ഒരു ബന്ധവുമില്ലാതെ, ഇടതുപക്ഷക്കാരായ ആളുകളോട് അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല. അവരെപ്പോഴും വലതുപക്ഷക്കാരായ അസ്ഹാബുൽ യമീനിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അങ്ങനെ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഇവിടെ 3 വിഭാഗമായി തിരിയുന്നു. ഒന്നാമത്തത് അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ. രണ്ടാമത്തത് അസ്ഹാബുൽ ശിമാൽ, ഇടതുപക്ഷക്കാർ, അല്ലെങ്കിൽ അസ്ഹാബുൽ മശ്അമ, ലക്ഷണം കെട്ടവർ. മറ്റതോ അസ്ഹാബുൽ മൈമന, നല്ല ലക്ഷണമുള്ള ആളുകൾ, നന്മയുടെ ആളുകൾ. പിന്നെ സാബിഖൂന സാബിഖൂൻ, മൂന്നാമത്തെ ഏറ്റവും ഉത്തമമായ വിഭാഗം സാബിഖീങ്ങൾ. അല്ലാഹു നമുക്ക് സാബിഖീങ്ങളിൽ പെടാൻ തൗഫീഖ് നൽകട്ടെ. സാബിഖീങ്ങളിൽ പെടുക എന്നത് വലിയ ഒരു സംഭവമാണ്. സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അസ്സാബിഖൂന ഇലൽ ഖൈറാത്തി അസ്സാബിഖൂന ഇലൽ ജന്ന. ഖൈറുകളിലേക്ക് മുന്നിട്ട് വരുന്ന ആളുകൾ ആരോ അവരാണ് സാബിഖീങ്ങൾ, സ്വർഗ്ഗത്തിലേക്കുള്ള സാബിഖീങ്ങൾ എന്ന് പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ആയിഷ അതദറൂന മനിസ് സാബിഖൂൻ, സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിനക്കറിയോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനുമേ അറിയൂ. ഖാല, അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പറയുന്നു, അല്ലദീന ഇദാ ഉഅതുൽ ഹഖ ഖബിലൂ വഇദാ സുഇലൂ ബദലൂ വഹകമൂ ബിന്നാസി ഹഖ ഹുക്മിഹിം ബിഅൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവരോട് എന്തെങ്കിലും അവർക്ക് കടമപ്പെട്ടത് കൊടുത്താൽ അവരത് സ്വീകരിക്കും. അവർക്ക് വേണ്ടപ്പെട്ടത് അവർ സ്വീകരിക്കും. അവർക്ക് അനുകൂലമല്ലാത്തത് അവർ സ്വീകരിക്കൂല. അവർക്ക് ഹഖായതിനെ അവർ സ്വീകരിക്കും. എന്നിട്ട് അവരോട് വല്ല വിഷയം ചോദിച്ചാലോ, ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ ബദലു, അവരത് ചെലവാക്കാനുള്ള സമയത്ത് ചെലവാക്കി കൊടുക്കും, ആവശ്യമുള്ളത് കൊടുക്കും. വഹകമു ബിന്നാസി കഹുകുമിഹിം ബിഅൻഫുസിഹിം, ജനങ്ങളുടെ കാര്യത്തിൽ ഒരു വിധിയൊക്കെ പറയാനോ അല്ലെങ്കിൽ ഒരു വിഷയം നടപ്പിലാക്കാൻ പോകുന്ന സമയത്ത് സ്വന്തം കാര്യത്തിൽ എങ്ങനെയാണോ അത് ചിന്തിച്ചുകൊണ്ട് വിധിക്കും. അങ്ങനത്തെ വിഭാഗം ആളുകളാണ്. അങ്ങനെ ധാരാളം സാബിഖീങ്ങളുടെ വിശേഷണങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് സാബിഖ് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് സാബിഖീങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഉസ്മാൻ ഇബ്നു അബീ സൗദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുഫസ്സിറുകൾ ഓർമ്മപ്പെടുത്തുന്നു, വസാബിഖൂന സാബിഖൂൻ. ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തിട്ട് മഹാൻ ചോദിക്കുകയാണ്, ആരാണെന്നറിയുമോ ഈ സാബിഖീങ്ങൾ? സാബിഖീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരാണല്ലോ 3 വിഭാഗത്തിൽ നമ്പർ 1 ആയ ആളുകൾ. അവരാരാണ് ഈ സാബിഖീങ്ങൾ? അവിടുന്ന് തന്നെ മറുപടി പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അബീ സൗദാ എന്ന മഹാൻ പറയുകയാണ്, മുഫസ്സിറുകൾ ഓർമ്മപ്പെടുത്തുന്നു, അവ്വലുഹും റവാഹൻ ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് ആദ്യം പോകുന്നവൻ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പള്ളിയിലേക്ക് ആദ്യം വരുന്നത്, ഏത് അമലിനും ആദ്യം ചെയ്യുന്നവൻ അവനാണ് സാബിഖ്. ആദ്യം വരുന്നത് വലിയ ബർക്കത്താണ്. അവ്വലുഹും ഖുറൂജൻ ഫീ സബീലില്ലാഹ്, ആദ്യം അല്ലാഹുവിന്റെ വഴിയിൽ പുറപ്പെടുന്നത്. പരിശുദ്ധമായ ഇൽമിന്റെ ഖുർആനിന്റെ പഠനവേദിയിലേക്ക് ഇവിടെ ആദ്യം വന്ന ഉമ്മ, ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം, വസ്സാബിഖൂന സാബിഖൂൻ എന്ന ലിസ്റ്റിൽ പെടാൻ ഉള്ളൊരു നല്ല അമലാണ്. ഏതിലും മുൻതൂക്കം 1-ാം നമ്പർ ആകുക. നമ്മള് എല്ലാവരും വരട്ടെ, തുടങ്ങട്ടെ, തുടങ്ങിയിട്ട് തീരാ സമയത്ത് സലാത്തിന്റെ സമയമാകുമ്പോൾ നമ്മളോട് ചെല്ലാം എന്ന് വിചാരിക്കാതെ ആദ്യം തന്നെ നന്മയിലേക്ക് വരിക, അതാണ് സാബിഖീങ്ങളുടെ വഴിയിൽ പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. ഏത് സൽക്കർമ്മത്തിലും ആദ്യം ചെല്ലാൻ. അപ്പൊ ഈ പഠന ക്ലാസ് നടത്തുന്ന ക്ലാസ്സിലേക്ക് ആദ്യം വരുന്ന സഹോദരൻ സുബ്ഹാനല്ലാഹ് സാബിഖീങ്ങളിൽ പെടണം എന്ന നല്ല ചിന്തയോടെ ഞാൻ ആദ്യം വരട്ടെ. അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കാരത്തിന് ജമാഅത്തിന് പോകുമ്പോ ആദ്യം ജമാഅത്തിനെത്തുന്നത് ഞാനാകണം, 1-ാം സഫിൽ ഞാൻ ഉണ്ടാകണം. ഇങ്ങനെ ആദ്യത്തത് 1-ാമത്തത് എന്ന മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് സാബിഖീങ്ങളുടെ കൂടെ ചേരാൻ
അള്ളാഹു തൗഫീഖ് നൽകും. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു കസീർ എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ തഫ്സീർ ഇബ്നു കസീറിൽ ഓർമ്മപ്പെടുത്തുന്നു, വഹാദിഹി അഖ്വാലുൻ കുല്ലുഹാ സഹീഹ. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, അതെല്ലാം ശരി തന്നെയാണ്. അങ്ങനെ ഏതായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഖൈറായ മുഴുവൻ കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്ന ആദ്യത്തെ ആളാരോ അവൻ സാബിഖീങ്ങളുടെ വഴിയിൽ പെടാനുള്ള ഭാഗ്യമുണ്ടാകും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫഇന്നൽ മുറാദ ബിസ്സാബിഖീന ഹുമുൽ മുതബാദിറൂന ഇലാ ഫിഅലിൽ ഖൈറാത്ത്. സൽക്കർമ്മങ്ങളിലേക്ക് പെട്ടെന്ന് വരുന്നവൻ ആരോ, ഉടനെയാകുന്നവൻ, ധൃതിയാകുന്നവൻ ആരോ, അവർക്ക് സാബിഖീങ്ങളുടെ വഴിയിൽ പെടാൻ പറ്റും. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ബഹുമാനപ്പെട്ട സാബിഖീങ്ങളിൽ, മുൻഗാമികളിൽ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു. സുല്ലത്തും മിനൽ അവ്വലീൻ, സാബിഖീങ്ങളിൽ സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഒരു കൂട്ടം ആളുകൾ തന്നെ സാബിഖീങ്ങളുടെ ലിസ്റ്റിൽ. വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ കുറഞ്ഞ ആളുകളെ എവിടെയുള്ളൂ? സാബിഖീങ്ങളിൽ പെടുന്നവരുള്ളൂ. അല്ലാഹു തആല ആ കുറഞ്ഞതിൽ നമ്മളെ പെടുത്തിയിട്ട് സാബിഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ ചെയ്യുന്നത്, സൂറത്തുൽ വാഖിഅ ചെയ്യുന്ന പരാമർശങ്ങളെ മുഴുവനും ഈ മൂന്ന് വിഭാഗത്തെ അവതരിപ്പിക്കലാണ്. സാബിഖീങ്ങളെ അവതരിപ്പിക്കലാണ്, അതുപോലെ അസ്ഹാബുൽ യമീനിനെ പരിചയപ്പെടുത്തലാണ്, അസ്ഹാബുൽ ശിമാലിന്റെ ഭീതിജനകമായ അന്തരീക്ഷങ്ങളെ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങളാണ് നമ്മിലേക്ക് വരാനുള്ളത്. ഏതായാലും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ സാബിഖീങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടത് മുൻഗാമികളായ മഹാന്മാർ, അവർ കൂടുതലുണ്ട്. ആ കൂടുതലിൽ ആദ്യത്തെ സാബിഖീങ്ങളിൽ ലിസ്റ്റിൽപ്പെടുന്ന ആളാരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാബിഖീങ്ങളിൽ ഒന്നാമനാണ്. ഒരു ദിവസം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറയുകയാണ്, ഹദീസിൽ ഓർമ്മപ്പെടുത്തുകയാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരിരിക്കുന്ന സദസ്സിൽ ഒരു ദിവസം ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമാ, ഇന്നേ ദിവസം നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് നോറ്റവരുണ്ടോ? നോമ്പ് ഫർളോ സുന്നത്തോ ഉള്ള ഒരു ദിവസമല്ല. അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് എല്ലാവരും നോമ്പ് നോറ്റവരാകുമല്ലോ. നേരെ മറിച്ച് അതല്ലാത്ത ഒരു ദിവസം നബി തങ്ങൾ നിന്നിട്ട് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമാ, ഇന്നേ ദിവസം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നോമ്പ് നോറ്റിട്ടുണ്ടോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വഖാമ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഖാല അന യാ റസൂലല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട്, ഇന്ന് നോമ്പുകാരനാണ്. ഇത് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആ സദസ്സിനോട് രണ്ടാമത് ചോദിക്കുകയാണ്, വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നൊരു ജനാസ അനുഗമിക്കാൻ പോയ ആരെങ്കിലും ഉണ്ടോ? ജനാസ മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സ്ഥലത്ത് കൂടെ പോകൽ വലിയ ഇബാദത്താണല്ലോ, അത് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ല. അടുത്തൊക്കെ ആരെങ്കിലും മരിച്ചാൽ സഹാബത്ത് എല്ലാവരും പോകില്ലേ? പക്ഷേ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ വഖാമ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഖാല അന യാ റസൂലല്ലാഹ്. അപ്പോഴും സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയേ, ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. എത്രയോ ദൂരമൊക്കെ ആയിരിക്കും ആ ജനാസ, പക്ഷേ സാബിഖീങ്ങളിൽ പെടാൻ ഒരു നന്മയും ഒഴിഞ്ഞു പോകാതിരിക്കാൻ മഹാനുഭാവൻ ആ വിദൂരത്തുള്ള ജനാസയിൽ പോയി പങ്കെടുത്തിട്ടുണ്ട്. മൂന്നാമത് അവിടുന്ന് ചോദിച്ചു, വമൻ അത്അമൽ യൗമ മിസ്കീനാ, ഇന്നേ ദിവസം അതാ ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? വഖാമ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഖാല അന യാ റസൂലല്ലാഹ്. അപ്പോഴും സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട്. നാലാമത് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ചോദിക്കുന്നു, വമൻ ആദ മിൻകുമുൽ യൗമ മരീദാ, ഇന്നേ ദിവസം ഒരു രോഗ സന്ദർശനത്തിന് പോയാലുണ്ട്, ആ
സമയത്തും എല്ലാവരും മിണ്ടാതിരിക്കുമ്പോ ആ സമയത്തും എഴുന്നേറ്റു വഖാമ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഖാല അന യാ റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയേ. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞത്, ഓ സിദ്ദീഖേ, നിങ്ങൾ സ്വർഗത്തിൽ കടന്നിരിക്കുന്നു. എത്ര അനുഗ്രഹങ്ങളാണ്, എത്ര അമലുകളാണ് ഒരു ദിവസം ചെയ്തു കൂട്ടിയത്. ആ സാബിഖീങ്ങളിൽ ഒന്നാമനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും ഇബാദത്ത് ചെയ്ത മഹാനാണ്. എല്ലാ സമയത്തും ഇബാദത്ത്, ഏത് സൽക്കർമ്മം അതിന് മുന്നിലാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഉമ്മമാരെ, ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഒരു സൽക്കർമ്മവും വിടാതെ ഏത് സൽക്കർമ്മമുണ്ടോ അതൊക്കെ അന്വേഷിച്ച് ചെയ്ത മഹതിയാണ് ബീബി നഫീസ റളിയല്ലാഹു അൻഹ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ബീബി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, അവിടുത്തെ ആണ്ടിന്റെ സമയമാണ്. ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വലിയ കറാമത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ മുഴുവനും നന്നാക്കി തരുമാറാകട്ടെ. ബീബി നഫീസ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസ്, ഖബർ കുഴിച്ചാൽ ഇത്ര വലിയ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞൊരു ഹദീസ് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വിശ്വാസം അർപ്പിച്ച് ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവിടുത്തെ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചു പോയി. ആ ചരിത്രമൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്രയും വലിയ സൽക്കർമ്മങ്ങൾ സ്വന്തമായി ചെയ്ത വലിയ മഹതിയാണ് ബീബി നഫീസ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു തആല അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാം എല്ലാവിധ വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ബീബി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് റമദാനിന്റെ 3-ലാണ്. ഈ ലോകത്ത് നിന്ന് മഹദി അവറുകൾ വിട പറഞ്ഞു പോയി. അല്ലാഹു തആല സ്വർഗീയ സ്ത്രീകളുടെ നേതാവായി നമുക്ക് നൽകിയ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആ അനുഗ്രഹീതമായ നേതൃത്വത്തിന്റെ കീഴിലായി സ്വർഗത്തിലെത്താൻ നമുക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പ്രത്യേകമായി ഓർക്കേണ്ടുന്ന ദിവസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അവരുടെ പേരിൽ യാസീൻ ഓതി അവർ കിടക്കുന്ന സ്വർഗത്തിൽ നമുക്കും കടന്നു പോകണം. എത്ര വലിയ സൂക്ഷ്മതയോടെ ജീവിച്ചു ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഔറത്ത് നന്നായി മറച്ചു ജീവിച്ചു. ഈ ദുനിയാവിന്റെ നാശമുണ്ടായി മരിച്ച് ഖബറിലെത്തിയാൽ ആഖിറം ബർസഖി ലോകത്തും ഖബർ മുതൽ തുടങ്ങുന്ന ബർസഖി ലോകത്തും അതുപോലെ മഹ്ശറയിൽ ചെന്ന് ജീവിക്കുമ്പോഴും നാളെ സ്വർഗീയ ആരാമത്തിൽ പോകുമ്പോഴും സന്തോഷം വേണം. ഫാത്തിമ ബീവിയോട് പോലും അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത്തഖിന്നാറ വലൗ ബിശ്ശിഖി തംറ, ഒരു കാരക്കയുടെ കീറെങ്കിലും കൊടുത്ത് അല്ലാഹുവിന്റെ കത്തിക്കാടുന്ന നരകാഗ്നിയെ കാത്തുകൊള്ളണേ ഫാത്തിമ എന്ന് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നരകത്തെ പേടിയില്ലാതായി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമദാൻ വന്നാൽ 4 കാര്യം പ്രത്യേകം അല്ലാഹുവിനോട് ചോദിക്കണം. 2 കാര്യം അല്ലാഹുവിന് വലിയ പൊരുത്തമുള്ളതാണ്, വേറെ 2 കാര്യം നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണ്. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ട റബ്ബിന് പൊരുത്തമുള്ള കാര്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അല്ലാഹുവിന്റെ കലിമത്തു തൗഹീദ്, നിന്റെ വിശ്വാസത്തെ അടക്കിട്ട് ഉറപ്പിച്ച് റബ്ബിനോട് പറയണം, അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നീ പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹി. റബ്ബിന് വലിയ പൊരുത്തമാണ്. രണ്ടാമത്തത് അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ ഞാൻ നിന്നോട് പാപം പൊറുക്കലിനെ ചോദിക്കുന്നു. അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള സംഗതിയാണ് നീ പാപം പൊറുക്കലിനെ ചോദിക്കുക എന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഈ 2 കാര്യങ്ങളും റബ്ബിന് വളരെ പൊരുത്തമുള്ള സംഗതിയാണ്. മൂന്നാമത് നിനക്കാവശ്യമുള്ള 2 കാര്യമാണ് ചോദിക്കേണ്ടത്. 3ഉം 4ഉം നിനക്ക് അത്യാവശ്യമുള്ളത്. ഏതാണത്? ഹബീബായ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് പൊരുത്തമുള്ള 2 സംഗതി ചോദിച്ചാൽ പിന്നെ നിനക്ക് ആവശ്യമുള്ള 2, അസ്അലുക്കൽ ജന്ന, പഠിച്ചവനെ സ്വർഗം എനിക്ക് നീ തരണം, വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ കാവലാക്കി തരണമെന്ന് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യാൻ
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ പൊരുപ്പിക്കേണ്ടുന്ന ഒരു ദിക്റാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അങ്ങനെ അല്ലാഹുവിലേക്ക് ചോദിച്ചുകൊണ്ടേയിരുന്നാൽ അല്ലാഹു തആല നമുക്ക് രക്ഷപ്പെടുത്തി തരും, നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരും. ഈ 10 ദിവസങ്ങൾ നമ്മിൽ നിന്ന് നഷ്ടമായി, ഓരോ ദിവസങ്ങളായി നമ്മിൽ നിന്ന് നഷ്ടമാകുകയാണ്. നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവ്വലുഹു റഹ്മ. ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 ദിനങ്ങളാണ്. ഇവിടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ധാരാളം നീ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്റിനെ നീ നിത്യേന ചൊല്ലിക്കൊണ്ടിരുന്നാൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് നിനക്ക് അല്ലാഹു ധാരാളം കരുണ ചെയ്തു തരും. അല്ലാഹു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ധാരാളം കരുണ ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ പെടുത്തി തരുമാറാകട്ടെ. ഈ 10 ദിനങ്ങളിൽ കരുണ അല്ലാഹുവിൽ നിന്ന് സ്വീകരിക്കണം. അടുത്ത 10 ദിനങ്ങളിൽ അല്ലാഹു നമ്മുടെ പാപങ്ങളെ പുറത്തു തരണം. അതിൻ്റെ അടുത്ത 10 ദിനങ്ങൾ കൊണ്ട് നമ്മളെ നരകതിയിൽ നിന്ന് അല്ലാഹു ഹറാമാക്കി സ്വർഗീയമായ അനുഗ്രഹം നമുക്ക് നൽകി നരകത്തിൽ നിന്നുള്ള മോചനം നൽകി സ്വർഗം നിർബന്ധമാക്കി തരണം. അതിനുള്ള വേദിയായി അല്ലാഹു തആല ഈ റമദാനിനെ നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. നന്മയായ ധാരാളം പ്രവർത്തനം ചെയ്യാൻ, പരിശുദ്ധ ഖുർആനിന്റെ ഖത്മുകൾ പാരായണം ചെയ്യാൻ, ഖുർആൻ ദിനേന പാരായണം ചെയ്യുന്നവരായി, സ്വലാത്തുകൾ നിത്യേന ചൊല്ലുന്നവരായി, രാത്രി കാലങ്ങളിൽ തറാബീഹിന്റെ നിസ്കാരം നിർവഹിക്കുന്നവരായി, തഖ്വയോടെ ജീവിക്കുന്നവരായി, നമ്മുടെ കുടുംബങ്ങളിലെ ആളുകൾ വിശുദ്ധമായ റമദാനിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, ആ തിരക്കുകളൊക്കെ പലതുമുണ്ടെങ്കിലും ഇനി ഒരു റമദാനിനെ വരവേൽക്കാൻ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ സഹോദരങ്ങൾ കടകളുടെയും കമ്പോളങ്ങളുടെയും പലതിൻ്റെയും പേരിൽ വിശുദ്ധമായ റമദാനിന്റെ തറാവീഹുകളും ജമാഅത്തുകളും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ വിശുദ്ധമായ റമദാൻ അടുത്തൊരു റമദാനിൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. അത്രയ്ക്ക് വലിയ മാരകമായ ഭീകരമായ രോഗങ്ങളും പ്രതിസന്ധികളും നമ്മെ തേടി നമ്മുടെ മേൽ തലയ്ക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷണങ്ങളുടെ തീച്ചൂഴിയിൽ ജീവിക്കുന്ന നാം അല്ലാഹുവിനെ മറന്നുകളയാതെ വിശുദ്ധമായ റമദാൻ ഇതിന്റെ അവസാനത്തെ റമദാനായിരിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളോടൊക്കെ നല്ല ഉപദേശം നടത്തി ഈ വിശുദ്ധ റമദാൻ പരമാവധി ഉപകാരപ്പെടുത്തി ഒരു തറാവീഹും മുടങ്ങിപ്പോകാതെ ജമാഅത്തുകൾ കൃത്യമായി നടത്താൻ കഴിയുന്നവരായി, അതിന് കഴിയുന്ന നിലയിൽ നമ്മുടെ കടകളെയും നമ്മുടെ സംവിധാനങ്ങളെയും മറ്റു വിഷയങ്ങളെയും ചിട്ടപ്പെടുത്തി അല്ലാഹു പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് സന്തോഷത്തോടെ നമ്മളെ തൃപ്തിപ്പെട്ട റമദാനാക്കി ഈ റമദാനിനെ യാത്രയാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകൾ വരുന്ന ആഴ്ചകളിൽ നമുക്ക് പറയാം. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹുവേ, സാധുക്കളായ നിങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ റമദാനിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്ത് സാബിഖീങ്ങളുടെ ലിസ്റ്റിൽ പെടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഉത്തമ വിഭാഗമാകുന്ന സാബിഖീങ്ങളുടെ വഴിയിൽ നന്മയായ പ്രവർത്തനങ്ങളിലെല്ലാം മുന്നിട്ടു നിൽക്കാൻ, ആദ്യാദ്യം ചെയ്യുന്നവരായി മാറാൻ, ആദ്യാദ്യം എത്തുന്നവരായി മാറാൻ, അവസാനം സാബിഖീങ്ങളുടെ പിന്നിൽ ആദ്യം ചെന്ന് നിൽക്കുന്നവരായി നമ്മളെ നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നിന്റെ സ്വാലിഹീങ്ങളിൽ ചേർത്തു തരണേ അല്ലാഹുവേ, ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. വിശുദ്ധമായ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനും സലാമത്തും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. തഖ്വ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ കഴിഞ്ഞ വർഷങ്ങളിൽ റമദാനുകളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല റബ്ബേ, അവരുടെ ഖബർ സന്തോഷമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ വിപത്തുകൾ പടർന്നു പന്തലിക്കുകയാണ്. സാധുക്കളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളിലോ ഞങ്ങളുടെ കുടുംബ പരമ്പരകളിൽ നീ ക്യാൻസർ നൽകല്ല അല്ലാഹ്.
ട്യൂമർ നൽകി നീ പരീക്ഷിക്കല്ല റഹ്മാനെ, അൾസർ നൽകല്ല അല്ലാ, റിസസ് നൽകല്ല റബ്ബേ, ഹാർട്ടുകളിൽ ബ്ലോക്ക് വെക്കല്ല അല്ലാ, വാൽവുകൾക്ക് തകരാറ് തരല്ല അല്ലാ, കിഡ്നികൾ കരളുകൾ മാറ്റിവെക്കേണ്ട ഗതികേട് വെക്കല്ല അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി ആരിലും ഒരു മാരക മുസീബത്തും വെക്കല്ല റഹ്മാനേ. അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.